എല്ലാവർക്കും ഒരിക്കൽ കൂടി കോഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മെസ്സേജ് ആഡ് ചെയ്യുക. അതായത് യൂസർക്ക് ഇപ്പം നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റിൻ്റെ കൂടെ യെസ് എന്ന് കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ആ റെക്കോർഡ് ഡിലീറ്റ് ആയി പോയി, പക്ഷേ യൂസർക്ക് ഒരു മെസ്സേജും ഇല്ല, ഡിലീറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജും കാണാമല്ലോ. അപ്പോൾ അതൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ ജേക്വറിയുടെ അനിമേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ മെസ്സേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജേക്വറിയുടെ അനിമേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ജേക്വറിയുടെ സൈറ്റിൽ പോവുക, അനിമേറ്റിൽ പോവുക. ഇപ്പോൾ അനിമേറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് CSS പ്രോപ്പർട്ടീസ് ആണ്, കാസ്കേഡിങ് സ്റ്റൈൽ പ്രോപ്പർട്ടീസ്. അതായത് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഇപ്പോൾ റെഡ് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് എന്ന് കൊടുക്കാം, ഹൈറ്റ് സെറ്റ് ചെയ്യാം, ഇപ്പോൾ വിഡ്ത്ത് സെറ്റ് ചെയ്യാം, ഇതൊക്കെ ചെയ്യാം. അതാണ് CSS പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് CSS പ്രോപ്പർട്ടീസും രണ്ടാമത്തെ ഡ്യൂറേഷൻ, അത് എത്ര നേരം അനിമേഷൻ നമുക്ക് കാണണം, അതാണ് രണ്ടാമത്തെ. ഇപ്പോൾ 1000 കൊടുക്കുകയാണെങ്കിൽ 1 സെക്കൻഡ്, ഇപ്പോൾ 5000 കൊടുക്കുകയാണെങ്കിൽ 5 സെക്കൻഡ്, അങ്ങനെയാണ് കാണിക്കുക. അങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി ഈസിങ് എന്നുള്ള വേറൊരു മെത്തേഡ് ഉണ്ട്. അത് ഒരു പ്രോപ്പർട്ടിയാണ്, അത് സിങ് ആണ് ഡീഫോൾട്ട്, അല്ലെങ്കിൽ ലീനിയർ എന്നുള്ള വേറെ ഒന്നും കൂടി ഉണ്ട്. പിന്നെ ഒരു കംപ്ലീറ്റ്, ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു മെസ്സേജ് കാണിക്കാം. ഇപ്പോൾ അനിമേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വേണമെങ്കിൽ കാണിക്കണമെങ്കിൽ അത് കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, കാണിച്ചിട്ടും ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ മെസ്സേജുകൾ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനു വേണ്ടി ഈ പേജിൽ ലാസ്റ്റ് നമുക്ക് കൊടുക്കാം അങ്ങനൊരു സംഭവം. അപ്പോൾ ആ പേജ് എന്ന് പറഞ്ഞാൽ കാറ്റഗറി പേജാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു ഡിവ് ആഡ് ചെയ്യാം. ഞാനൊരു സ്റ്റൈല് ഇവിടെ കൊടുക്കണോ എന്ന് തന്നെ, എന്നിട്ട് സ്റ്റൈലിന് ഇട്ട് ഇത് സെറ്റ് ചെയ്തു. പിന്നെ ഒരു ഡിവ് ആഡ് ചെയ്യാണ്, ഡിവ്. അതിൻ്റെ ID നമ്മൾ കൊടുക്കുന്നു, div1 എന്നുള്ള ID കൊടുത്തു. ഇനി ഒരു ക്ലാസ്സും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിന് ക്ലാസ്സിന് റെഡ് എന്ന് കൊടുത്തു. പിന്നെ div ക്ലോസ് ചെയ്തു. ഇനി അതിന് താഴെ നമുക്ക് വേണമെങ്കിൽ ഒരു മെസ്സേജ് div എന്ന് പറഞ്ഞാൽ വേറെ ഡിവും കൂടി ആഡ് ചെയ്യും. കോൾ ബാക്ക് ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടാണ്. ID = MSG div എന്ന് പറഞ്ഞ് ഒരു ID കൊടുത്തു. ഇതിനും ക്ലാസ്, നമുക്കൊരു ക്ലാസ് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം, ബ്ലൂ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ. ഇനി ഈ സ്റ്റൈലിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്ക് സ്റ്റൈലിൽ കൊടുക്കുമ്പോൾ ഇവിടെ ക്ലാസ് റെഡാണ്, അപ്പോൾ സ്റ്റൈലിൽ .red അതിൻ്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണം. പ്രോപ്പർട്ടി സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, റെഡാണ് കൊടുക്കുന്നത് അല്ലേ. പിന്നെ സെമികോളൻ, അടുത്തതിൽ പോവുക. അടുത്ത് ഇവിടെ നമുക്ക് ഇനി ഹൈറ്റും കൂടി കൊടുക്കാം. ഹൈറ്റ് സെറ്റ് ചെയ്യാൻ നമുക്കൊരു 100px കൊടുക്കാം. ഹൈറ്റ് കൊടുത്തു. ഇനി വിഡ്ത്ത് കൊടുക്കാം, 100px വിഡ്ത്തും കൊടുത്തു. അപ്പോൾ ഈ ഡിവിന് നമ്മളിത് കൊടുത്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ബ്ലൂ എന്നുള്ള ഇതിന് കൊടുക്കണമെങ്കിൽ ഇതേപോലെ ബ്ലൂ കൊടുക്കും. ബാക്ക്ഗ്രൗണ്ട് കളറൊന്നും വേണ്ട നമുക്ക് ഇതിന്. നമുക്ക് ഇതിൻ്റെ കളർ, ആ ടെക്സ്റ്റിൻ്റെ കളർ സെറ്റ് ചെയ്യാം. നമുക്ക് ബ്ലൂ എന്ന് തന്നെ കൊടുക്കാം. ഇത് വന്നു. ഇവിടെ വേറെ ഒരു കളർ നമുക്ക് ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ദിസ് ഈസ് ടെസ്റ്റ് എന്നെന്താ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഒന്ന് ആ പേജിൽ പോയിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, നമുക്ക് എന്താ കിട്ടണമെന്ന് നോക്കാം. റിഫ്രഷ് ചെയ്ത് നോക്കുക, കണ്ടില്ല ഒരു ഡിവ് വന്നു അവിടെ. ആ ഡിവിൽ നമുക്ക് ഹൈറ്റും സെറ്റും അതിന് കളർ കൊടുത്ത് തന്നെ അതിങ്ങനെ സ്ക്വയറായിട്ട് കിട്ടി. പിന്നെ അതിന് താഴെ നമ്മൾ ആ ക്ലാസ് കൊടുത്തിട്ട് ദിസ് ഈസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെയും കളർ, ആ ടെക്സ്റ്റിൻ്റെ കളർ ബ്ലൂ ആയി മാറി. ഇനി നമുക്ക് ഇതിനൊന്ന് അനിമേറ്റ് ചെയ്യണം. അനിമേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഞാൻ പറഞ്ഞില്ലേ, അനിമേറ്റ് എന്നുള്ള ജേക്വറി ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ, നമുക്കിവിടെ document.ready, ഡോക്യുമെൻ്റ് അത് കംപ്ലീറ്റ് ലോഡ് ആയതിനു ശേഷം വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ അനിമേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ $, ഈ div1നെയാണ് നമുക്ക് അനിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ID ഉപയോഗിച്ചിട്ട്, ID ആണ് ഉപയോഗിക്കുന്നത് ഞാൻ, അല്ലെങ്കിൽ ക്ലാസ് വേണമെങ്കിൽ ക്ലാസ് ഉപയോഗിക്കാം, അതൊന്നും കുഴപ്പമില്ല. അനിമേറ്റ് എന്നുള്ള ഫംഗ്ഷൻ അനിമേറ്റ് എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കണം. ഇനി ഈ മെത്തേഡിൽ എന്താ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസ്, അതായത് ഡ്യൂറേഷൻ ഉണ്ട്, പിന്നെ കംപ്ലീറ്റ് ആയ ഫംഗ്ഷൻ അനിമേറ്റ് എന്നുള്ള പ്രോപ്പർട്ടി CSS പ്രോപ്പർട്ടീസ് ആണ്. ഒബ്ജക്റ്റ് ഓഫ് CSS പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂ ദാറ്റ് അനിമേഷൻ വിൽ മൂവ് ടുവാർഡ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യം തന്നെ CSS പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ നമ്മൾ കേളി ബ്രാക്കറ്റിൽ വേണം, എന്നിട്ട് അടുത്തത് കോമേറ്റിൽ വേണം കൊടുക്കാം. ജേക്വറി അറിയാമെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനെ ചെയ്യുമ്പോൾ.
അപ്പോൾ ഇതിൽ ഹൈറ്റ് നമുക്ക് അതിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. നമ്മളിപ്പോൾ അതിൻ്റെ ഹൈറ്റ് എത്രയാണ് തന്നെ 100 കൊടുത്തേണ്ടത്, നമുക്കത് 200 കൊടുക്കാം. അനിമേറ്റ് ചെയ്ത് കാണണ്ടേ നമുക്കത്. ഇവിടെ എന്ന് വെച്ചാൽ കോമേറ്റ് വേണം കൊടുക്കാൻ 200 പിക്സ്. അത് ഇവിടെ നമ്മൾ ഡബിൾ കോട്ട്സിൽ സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം. താഴെ വിഡ്ത്ത്, ഇതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് കൊടുക്കുന്നത്. ഇതേപോലെ 200 പിക്സ് വിഡ്ത്തും കൊടുത്തു. കോമയുടെ അത് കോമ ആവശ്യമില്ല, നമ്മളിത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തുമാണ് നമ്മൾ കൊടുത്തത്. ഇനി ഒരു ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കോമയിട്ടിട്ട് ഡ്യൂറേഷൻ കൊടുക്കാം. നമുക്ക് ഒരു 5 സെക്കൻഡ് ഡ്യൂറേഷൻ കൊടുക്കാം. നമുക്കിത് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. അതിനുശേഷം അടുത്തതും കൂടി നോക്കാം. അപ്പോൾ ഈ അനിമേഷനുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് നോക്കണം. അതിനുവേണ്ടി നമ്മൾ സെറ്റ് ചെയ്ത് അതിൻ്റെ CSS പ്രോപ്പർട്ടി സെറ്റ് ചെയ്തു, പിന്നെ ഡ്യൂറേഷനും കൊടുത്തു. ഈസിങ് മെത്തേഡ് ഡിഫോൾട്ട് സിങ് ആണ് വരുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ലീനിയർ ആണ്. പിന്നെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ അതും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. അത് റിഫ്രഷ് ചെയ്യാം. കണ്ടില്ല, അത് റൺ ആവണണ്ടില്ലേ. സ്ലോ ആയിട്ടത് വലുതായി അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും കൂടി വന്നു. ഇതാണ് അനിമേഷൻ ഉദ്ദേശിക്കണം. അനിമേറ്റുള്ള ഫംഗ്ഷൻ എങ്ങനെയാണ് അനിമേറ്റ് ചെയ്യണം, നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി സെറ്റ് ചെയ്യണത് ഇതൊക്കെ. അത് കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഈ അനിമേറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ എക്സാമ്പിൾസ് താഴെ ഉണ്ടാവും. ഇതിൽ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇതിൽ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഈ കോർഡിനേറ്റിൻ്റെ ഇതിലാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ടാണ് അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പിന്നെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ വേണമെങ്കിൽ എന്തെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഇവിടെ കോമേറ്റ് കൊടുക്കുക. നമ്മളൊരു ഫംഗ്ഷൻ ഇതിൽ ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഈ ഫംഗ്ഷൻ ആകുമ്പോൾ അത് വേറെ സെപ്പറേറ്റ് നമ്മൾ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ അനിമേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിംഗിൻ മെത്തേഡ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ ഫംഗ്ഷൻ കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി അത് കോൾ ബാക്ക് ഫംഗ്ഷൻ എടുത്തോളൂ. ഇതിൽ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ മെസ്സേജ് ഇതിലൊരു മെസ്സേജ് നമുക്കിപ്പോൾ ദിസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ നമുക്ക് അതിനൊന്ന് മെസ്സേജ് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ID വയ്ക്കുക. jQuery ഉപയോഗിച്ചിട്ട് അതിൻ്റെ ID എടുക്കുക. MSG div എന്നാണ് നമ്മളിവിടെ ID കൊടുത്തുള്ളത്. MSG div എന്നാണ്. .append എന്നുള്ള ഫംഗ്ഷനിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ അപ്പെൻഡ് ചെയ്യാം. എന്നിട്ട് കൊടുക്കാം അനിമേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ കോൾ ബാക്ക് ഫംഗ്ഷൻ ആയി അവിടെ. ഇനി നമുക്കൊന്നുകൂടി റൺ ചെയ്ത് നോക്കാം. റിഫ്രഷ് ചെയ്യണം. തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പെൻഡ് ചെയ്തിട്ടൊരു മെസ്സേജ് അവിടെ കാണിക്കും. കണ്ടില്ലേ, അത് ടെസ്റ്റിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്തിട്ട് അനിമേഷൻ കംപ്ലീറ്റ് എന്ന് പറഞ്ഞും കൂടി കാണിക്കും. ഇനിയിപ്പോൾ നമുക്കതിനെ കൂടുതലായിട്ട് ഇതാണെങ്കിൽ ഇപ്പോൾ ഇത് കൊടുത്തില്ല എങ്കിൽ നമുക്ക് തുടക്കം ടെസ്റ്റ് എന്നുള്ളത് കൊടുത്തിട്ടില്ല, കുറച്ചും കൂടി ഭംഗിയായിട്ട് ഇത് കാണാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ല, മെസ്സേജ് ഒന്നും കാണാനില്ല. ഇപ്പോൾ അനിമേഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനിമേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കോൾ ബാക്ക് ഫംഗ്ഷൻ അനിമേഷൻ കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് വരും. അപ്പോൾ ഈ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകണം. ഇത് കൂടാതെ നമ്മൾ ഒരു PHPയിലെ ഒരു മെത്തേഡും കൂടി നമ്മൾ യൂസ് ചെയ്തത്. PHPയുടെ മെത്തേഡ് ഞാനത് കാണിച്ചു തരാം. അത് നമുക്ക് ഇവിടെ തന്നെ എഴുതി കൊടുക്കാം. PHPയുടെ ഈ ഇതിൽ തന്നെ ഈ പേജിൽ തന്നെ മുകളിൽ കൊടുക്കാം. അത് പെട്ടെന്ന് വിസിബിൾ ആയിരിക്കും. എക്സ്പ്ലോഡ് എന്നുള്ള മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. എക്സ്പ്ലോഡ് എന്ന് വെച്ചാൽ ഒരു സ്ട്രിങ്ങിനെ ആ സ്ട്രിങ്ങിൻ്റെ ഡെലിമീറ്റർ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ കൊടുക്കണ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി എന്താണോ ക്യാരക്ടർ കൊടുക്കണത് ആ ക്യാരക്ടർ ഉപയോഗിച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മളൊരു സ്ട്രിങ് കൊടുക്കുകയാണ്. അപ്പോൾ എക്സാമ്പിൾ വേരിയബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് PHPയിൽ കൊടുക്കണം. PHP ടാഗ് സ്റ്റാർട്ട് ചെയ്തില്ല. വേരിയബിൾ ഈക്വൽ ടു റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ. ഇങ്ങനൊരു സ്ട്രിങ് ആണ്, കോമേറ്ററാണ് കൊടുത്തത്. വേരിയബിൾ നമുക്ക് അതിന് വേണമെങ്കിൽ ഇതിന് പേര് മാറ്റി കളേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. കുറച്ചും കൂടി ഒരു മീനിങ് ഫുള്ളായിരിക്കും. കളേഴ്സ് റെഡ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പ്ലോഡ് ചെയ്യണം. എക്സ്പ്ലോഡ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ ആ സ്ട്രിങ്ങിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അറേയാക്കി മാറ്റും. അതാണ് ഇവിടെ ചെയ്യാൻ പോകണം നമ്മളിതിൽ. അപ്പോൾ അതും ആ ഫംഗ്ഷനും കൂടി നമ്മൾ ഇതിൽ ഉപയോഗിക്കും. അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ. എന്നിട്ട് വേണം നമുക്കത് അതിൽ ചെയ്യാൻ. അപ്പോൾ ഇതിനെ എക്സ്പ്ലോഡ് ചെയ്യണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ $exp എന്നുള്ളൊരു വേറൊരു വേരിയബിൾ നമ്മൾ എക്സ്പ്ലോഡ് ചെയ്യണത് എന്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്? കോമയാണ്. അതിൽ
കോമ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ സ്ട്രിങ്ങിനെ എക്സ്പ്ലോഡ് ചെയ്യുക. നമ്മൾ കൊടുത്ത കളേഴ്സിനെ എക്സ്പ്ലോഡ് ചെയ്യുക. എക്സ്പ്ലോഡ് ചെയ്തിട്ട് അതിനെ കളേഴ്സിനെ എക്സ്പ്ലോഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. ഇനി നമുക്ക് ഇപ്പോൾ ഈ EXP എന്നുള്ളൊരു അറേ ആയി മാറി ഈ വേരിയബിൾ. അത് പ്രിൻ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പ്രിൻ്റ് $EXP. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് അവിടെ റൺ ചെയ്ത് നോക്കാം എന്താ കിട്ടണമെന്നുള്ളത്. റിഫ്രഷ് ചെയ്യുക, മുകളിലേക്ക് പോവുക. അനിമേഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമ്മൾ കൊടുത്ത അവിടെ ഒരു അറേ പ്രിൻ്റ് ആയി. 0 അറേയിൽ ഫസ്റ്റ് ഇൻഡെക്സ് റെഡും സെക്കൻഡ് ഇൻഡെക്സ് ബ്ലൂ, തേർഡ് ഗ്രീൻ, ഫോർത്ത് യെല്ലോ. കാരണം എന്താണ് നമ്മളിവിടെ ചെയ്തേക്കണേ? നമ്മളിതിനെ കോമ വെച്ചിട്ടാണ് അതിനെ എക്സ്പ്ലോഡ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഒരു അറേയിലെ ഓരോ ഐറ്റംസായി മാറി. ഫസ്റ്റ് ഇൻഡെക്സ് റെഡാണ്, സെക്കൻഡ് ബ്ലൂ, തേർഡ് ഗ്രീൻ, ഫോർത്ത് യെല്ലോ. അപ്പോൾ എക്സ്പ്ലോഡ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? ഇപ്പോൾ വേറൊരു സ്ട്രിങ് ആണ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഈ സ്ട്രിങ്ങിന് പകരം ഒന്ന് മാറ്റുകയാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ സക്സസ്. ഇപ്പോൾ സക്സസ് മെസ്സേജ് നമ്മൾ ഒരു കോളൻ കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇവിടെ കൊടുക്കുകയാണ് നമ്മൾ കാറ്റഗറി അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് തന്നെ ഇവിടെ കോമയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് കോളം കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഹാഷാണ് നമ്മൾ കൊടുക്കുകയെന്ന് വെച്ചാൽ താഴെ ഹാഷ് കൊടുക്കണം. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതിൽ എത്ര ഹാഷ് ഉണ്ടോ, ഈ സ്ട്രിങ്ങിൽ എത്ര ഹാഷ് ഉണ്ടോ, ഇപ്പോൾ നമ്മളിവിടെ ഹാഷും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അറേയാക്കി മാറ്റുമ്പോൾ ഇതൊക്കെ ഓരോരോ അറയിൽ ഓരോ ഐറ്റംസായി മാറും. 1, 2, 3 ഇങ്ങനെയായി മാറും. ഇത് നോക്കിയാൽ ഇപ്പോൾ നമ്മളിത് വെറുതെ ഇപ്പോൾ സക്സസ് എന്ന് പറഞ്ഞാൽ ഇതിന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ മാറ്റുക. സക്സസ് എന്നുള്ളത് ഇങ്ങനെ തന്നെ കൊടുക്കുകയാണ്. ഹാഷ് മാറ്റിയിട്ട് ഇവിടെ ഇത് കൊടുത്തു. ഇതൊന്ന് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടില്ലേ? സക്സസ് എന്നുള്ള ഫസ്റ്റ് വണ്ണും സെക്കൻഡ് കാറ്റഗറി അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വൺ വന്നു. അപ്പോൾ ഇത് നമ്മൾ ഇനി എക്കോ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക? പ്രിൻ്റ് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇപ്പോൾ എക്കോ ചെയ്യണം അതിന്. ഇതിൽ $EXPയിലെ ഫസ്റ്റ് ഐറ്റം ഫസ്റ്റ് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടണേ? അതെടുത്തു. ഇപ്പോൾ എക്കോ $EXP 1. നമുക്ക് ഇതിനുള്ളൊരു സ്പേസ് കൊടുക്കാം. ഒരു ലൈൻ ആഡ് ചെയ്യാം. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ലൈനിൽ പോകണ്ടേ? BR ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്തു. നമുക്ക് ഒന്നും കൂടി നോക്കാം. അല്ലേ? സക്സസ് കാറ്റഗറി അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നു. ഇനി നമ്മൾ ഇതിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? EXP 1 എന്നുള്ളത് സക്സസ് എന്നും രണ്ടാമത്തെ ഇതിൻ്റെ മെസ്സേജ് കാറ്റഗറി അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ഈ EXP 1 ഒരു ക്ലാസ് കൊടുക്കണം എന്നൊക്കെ. EXP 1 ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡിവിൽ നമുക്ക് ക്ലാസ്സിലേക്ക് EXP 1 കൂടി കൊടുക്കണം എന്ന് വെക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ PHP കൊടുക്കുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഇതിൽ ഉപയോഗിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ കാണിച്ചു തരുന്നത്. എക്കോ $EXP 1 EXP 0 അതല്ലേ അത് സക്സസ് എന്നുള്ള ഇതാണ് നമുക്കിവിടെ എക്കോ ചെയ്യേണ്ടത്. നമ്മൾ എക്കോ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ റെഡ് എന്നുള്ളതിൻ്റെ കൂടെ നമുക്കിവിടെ സക്സസ് എന്നും കൂടി കിട്ടി. അപ്പോൾ നമ്മൾ ഇതിനൊരു ക്ലാസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? $red.success ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളറിന് ഗ്രീനിന് കൊടുക്കാം. കൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഹൈറ്റും എടുത്തൊക്കെ വീണ്ടും ഒന്ന് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഒന്ന് തൽക്കാലം ഇത് നോക്കാം. നമുക്ക് ഒന്നുകൂടി ഇത് റിഫ്രഷ് ചെയ്ത് നോക്കാം എന്താ കിട്ടണമെന്ന്. ഇപ്പോൾ റിഫ്രഷ് ചെയ്തു. കണ്ടില്ലേ? അവിടെ ഗ്രീൻ എന്നുള്ളത് വന്നു. അതായത് ഇപ്പോൾ അനിമേഷൻ കംപ്ലീറ്റ് അപ്പോൾ അവിടെ ഓൾറെഡി അത് റെഡ് എന്നുള്ളത് മാറി ഗ്രീനായി. ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന സക്സസിൻ്റെ ഇത് കിട്ടണ്ടേ? സക്സസിന് നമ്മൾ ഗ്രീനാണ് കൊടുത്തേക്കണേ, അതുകൊണ്ട് അത് വന്നു. അപ്പോൾ ആ ക്ലാസ്സും കൂടി നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റി. നമ്മളവിടെ അങ്ങനെ ഇതിൻ്റെ കൂടെ റെഡിൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഈ മെത്തേഡാണ് നമ്മൾ നമ്മുടെ
ഡിസ്പ്ലേ മെസ്സേജിന് വേണ്ടി, ഇൻഫർമേഷന് വേണ്ടി അല്ലെങ്കിൽ നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നതായിരിക്കും. നമുക്ക് ഇനി അടുത്ത് അത് നോക്കാം, നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇതിനൊക്കെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം, നമുക്കിനി ആവശ്യമില്ല. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അനിമേഷനും പിന്നെ CSS പ്രോപ്പർട്ടി എങ്ങനെ സെറ്റ് ചെയ്യണം, അനിമേഷൻ എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് മനസ്സിലായി. CSS ഉപയോഗിച്ചിട്ട് ഇത് ഡിവിൻ്റെ കൂടെ ഒരു ക്ലാസ് ആഡ് ചെയ്തു, നമ്മൾ ഇതിൻ്റെ അഡീഷണൽ ആയിട്ടൊരു ക്ലാസ്സും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു, അതും ചെയ്തു. ഇതിൻ്റെ കൂടെ ഇതൊക്കെ എടുത്ത് കളയുകയാണ്, നമുക്ക് ആവശ്യമില്ലായിരുന്നു. ഈ അനിമേഷൻ എന്നുള്ളത് നമുക്ക് ഇനി ആവശ്യമില്ല, ഇതും കളയണം. ഫങ്ഷൻ ഓക്കെ. ഇനി നമ്മൾ പോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാറ്റഗറീസിലേക്ക് പോകാം. കാറ്റഗറീസിലേക്ക് പോയിട്ട് ഇവിടെ നമുക്ക് ഡിലീറ്റിൻ്റെ കൂടെ തന്നെ ആദ്യം കൊടുക്കാം. ഡിലീറ്റ് നമ്മൾ ഇതേപോലെ റിട്ടേൺ ചെയ്യുന്നത് റിസൾട്ടാണ്. നമുക്ക് റിസൾട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇഫ് റിസൾട്ട് ട്രൂ ആണെങ്കിൽ, അത് ട്രൂ ആയിരിക്കും, അത് അങ്ങനെയാണെങ്കിൽ ഡിലീറ്റ് ആയി ട്രൂ ആയിരിക്കും. ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ ഒരു ഇതേപോലെ തന്നെ നമുക്ക് ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് PHPയിലെ സെഷൻ സെറ്റ് ഫ്ലാഷ് ഡാറ്റ എന്നുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത്. ദിസ് സെഷൻ സെറ്റ് ഫ്ലാഷ് ഡാറ്റ ഇതിൽ നമുക്ക് ഇതേപോലെ തന്നെ ഈ ഫ്ലാഷ് ഡാറ്റ ഇതിലെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ഐറ്റം പിന്നെ രണ്ടാമത്തെ വാല്യൂ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ഐറ്റം ആയിട്ട് രണ്ടാമത്തെ വാല്യൂ ഇടും. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് മെസ്സേജ് പേര് നമ്മൾ എല്ലാത്തിനും മെസ്സേജ് കൊടുത്താൽ മതി. അതുപയോഗിച്ച് നമ്മളിതിനെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ സക്സസ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സക്സസ് കാറ്റഗറി ഡിലീറ്റഡ് സക്സസ്ഫുള്ളി പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇതിൽ ഈ മെസ്സേജ് ഞാൻ സെറ്റ് ചെയ്തു, റീഡയറക്റ്റ്. അപ്പോൾ നമുക്ക് ഈ മെസ്സേജിനെയാണ് നമുക്കിത് അവിടെ വേണ്ടത്. നമുക്ക് ഇത് ഈ മെസ്സേജ് നമുക്ക് അവിടെ കിട്ടണം. ഇതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫൂട്ടറിൽ പോവുക. ഫൂട്ടറിൽ പോയിട്ട് ഞാനിവിടെ ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൈപ്പിങ്ങിൻ്റെ ഇത് ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിപ്പോൾ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തത്. നമ്മളെന്താ ചെയ്യണേ, ഇവിടെ ഈ സെഷനിൽ ഈ മെസ്സേജ് ഉണ്ടോ നോക്കും. മെസ്സേജ് ഉണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സക്സസ് നമ്മൾ ചെയ്തില്ല, അത് എക്സ്പ്ലോഡ് ഇതുപോലെ എക്സ്പ്ലോഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഭാഗം സക്സസ് ആണോ എറർ ആണോ എന്ന് നോക്കും. എന്നിട്ട് ഇതേപോലെ ഒരു ഡിവിൽ നോട്ടിഫിക്കേഷൻ ഡിവിൽ അതിൻ്റെ കൂടെ ക്ലാസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന മെസ്സേജ് അത് ഇവിടെ ഡിവിൻ്റെ ഇതിൽ കൊടുത്തു. ഈ ക്ലാസ് യൂസ് ചെയ്യുന്നത് അതിനെ ഒന്ന് CSS പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിന് നോട്ടിഫിക്കേഷൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട് ഡിവിന്, അതിനെ നമ്മൾ അനിമേറ്റ് ചെയ്യുക ചെയ്യണം. അതിനൊരു വേറൊരു ഇതുണ്ട്, CSSൽ ഒപ്പാസിറ്റി ഉണ്ട്, പിന്നെ റൈറ്റ് സൈഡിൽ, അതൊക്കെ ഇതിൻ്റെ CSSൻ്റെ പ്രോപ്പർട്ടീസാണ്. പിന്നെ ഇവിടെ ഡ്യൂറേഷൻ 1 മിനിറ്റാണ് ഡ്യൂറേഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിനെ ഫെയ്ഡ് ഔട്ടായിട്ട് കാണിക്കണം, അത് ഡിസപ്പിയർ ആവണം. അപ്പം അങ്ങനെ അത് നമ്മളിതിൽ ഫൂട്ടറിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അനിമേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ മെസ്സേജ് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടെ കാറ്റഗറീസിൽ പോയിട്ട് സെറ്റ് ഫ്ലാഷ് ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എങ്ങനെയാണ് അത് ഗെറ്റ് ചെയ്യണമെന്ന് നോക്കൂ. ആ ഫ്ലാഷ് ഡാറ്റ എന്നുള്ളത് സെഷനിൽ ഫ്ലാഷ് ഡാറ്റ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അനിമേറ്റ് ചെയ്തിട്ട് വരണം അതിന്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു CSS പ്രോപ്പർട്ടിയും കൂടി നമ്മൾ ഹെഡറിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. CSS കൊടുക്കണ്ടേ, എന്നാലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഞാനിവിടെ പേസ്റ്റ് ചെയ്യാം. ഈ ഹെഡറിൽ പോവുക, header.phpയിൽ പോവുക. നമ്മൾ ഹെഡ് സെക്ഷനിൽ പോയിട്ട് ഒന്നിലെ വേറെ CSS പേര് കൊടുത്ത് നമുക്ക് അതിലിടാം. ഞാനിവിടെ തൽക്കാലം ഇതിലിടാം. നമ്മൾ മറ്റേ ചെയ്ത പോലെ സ്റ്റൈലിൻ്റെ ഉള്ളിൽ നോട്ടിഫിക്കേഷന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു, പൊസിഷൻ കൊടുത്തു, റൈറ്റ്, അങ്ങനെ കുറേ സെറ്റിങ്സ് ഉണ്ട് അതിൽ. ഒപ്പാസിറ്റി തൽക്കാലം നിങ്ങൾ ഇതേപോലെ തന്നെ കോപ്പി ചെയ്താൽ CSS കൂടുതൽ പഠിക്കുമ്പോഴാണ് ഇതൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നോട്ടിഫിക്കേഷൻ എറർ ആണെങ്കിൽ വേറെ ഇങ്ങനെ കളർ വേണം, സക്സസ് ആണെങ്കിൽ ഈ കളർ വേണം, വാണിംഗ് എന്നാണെങ്കിൽ കൊടുക്കണമെന്ന് വെച്ചാൽ ഈ കളർ വേണം. അതായത് സ്പ്ലിറ്റ് കിട്ടുന്ന ക്ലാസ് നോട്ടിഫിക്കേഷൻ്റെ കൂടെ വരുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ ഈ സ്റ്റൈലിലൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യാം. ഇപ്പോൾ നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൺ ചെയ്ത് നോക്കാം ഇനി എന്താ വരുന്നുള്ളത്. റിഫ്രഷ് ചെയ്യുക. നമ്മളിതൊക്കെ എടുത്ത് കളഞ്ഞു, ഇവിടെ നിന്നുള്ള അനിമേഷനൊക്കെ എടുത്ത് കളഞ്ഞു. അതിനിവിടെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. യെസ്, കണ്ടില്ലേ ഇവിടെ കാറ്റഗറി ഡിലീറ്റ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് അനിമേറ്റ് ചെയ്ത് വന്ന് കണ്ടില്ലേ. അത് 3 സെക്കൻഡ് അവിടെ വിസിബിൾ ആയിരുന്നു, അത് കണ്ടത് ഡിസപ്പിയർ ആയി. ഇപ്പം ഇങ്ങനെ തന്നെ ഈ മെസ്സേജുകൾ നമുക്ക് എല്ലാത്തിനും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ അനിമേഷൻ കൊടുത്തത് എന്താ,
ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിലീറ്റ് മെസ്സേജ് അവിടെ വന്നു. ഈ സെയിം മെത്തേഡ് നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു സെഷൻ ഫ്ലാഷ് ഡാറ്റ ഞാനത് കോപ്പി ചെയ്യാണ്. ഇതിൽ പോയിട്ട് നമുക്ക് അപ്ഡേറ്റിൽ കൊടുക്കാം. നമുക്കത് അപ്ഡേറ്റിലും ഇങ്ങനെ മെസ്സേജ് കൊടുക്കുക. മെസ്സേജ് സക്സസ് കാറ്റഗറി അപ്ഡേറ്റഡ്. അല്ലെങ്കിൽ നമുക്ക് എൽസ് ഒരു കണ്ടീഷൻ കൊടുക്കുക. ഇവിടെ വേണമെങ്കിൽ ഇതിനെ കോപ്പി ചെയ്യുക. ഇവിടെ നമ്മൾ മെസ്സേജ് കഴിഞ്ഞിട്ട് ഇവിടെ എറർ എന്ന് കൊടുക്കണം. എറർ മെസ്സേജാണ്. കാറ്റഗറി എന്താണ് കാണിക്കേണ്ടത്? അവിടെ അപ്ഡേഷൻ എറർ എന്ന് പറഞ്ഞ് കാണിക്കാം. അപ്ഡേഷൻ എറർ. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് ഇവിടെ ഇട്ടു. ഇനി ഇത് സെയിം തന്നെ നമുക്ക് ആഡിലും കൊടുക്കാം. ആഡ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഡിഫറൻസും കാണിച്ചു തരാം. ഇങ്ങനെ ഈ വരുന്ന മെസ്സേജിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇതിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഇത് കോപ്പി ചെയ്യണം. മെസ്സേജ് ഇവിടെയും കൊടുത്തു. ഇപ്പോൾ റിസൾട്ട് സെഷൻ സെറ്റ് ഫ്ലാഷ് ഡാറ്റ സക്സസ് കാറ്റഗറി ആഡഡ് എന്ന് പറഞ്ഞു വന്നു. റീഡയറക്റ്റ് ടു കാറ്റഗറിയിലേക്ക് പോയി. ഇവിടെ അല്ലെങ്കിൽ കാറ്റഗറി അഡീഷൻ എറർ നോട്ട് ആഡഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കാമല്ലോ. ഇപ്പോൾ നമ്മളെല്ലാത്തിലും മെസ്സേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഫൂട്ടറിൽ സെറ്റ് ചെയ്തുള്ള കാരണം ഏതിൽ കൺട്രോളറിൽ ഏത് മെത്തേഡിൽ നിന്ന് അങ്ങനെ ഒരു മെസ്സേജ് അവിടെ ഉണ്ടെങ്കിൽ അത് അവിടെ ഡിസ്പ്ലേ ആകും. പിന്നെ ഒരു മെസ്സേജ് വരികയാണെങ്കിൽ വേറൊരു കൺട്രോളർ മെസ്സേജ് വന്നാൽ പഴയ മെസ്സേജ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാറ്റഗറിയിൽ ഇപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അത് സെഷൻ സെറ്റ് ഫ്ലാഷ് ഡാറ്റ മെസ്സേജ് കൊടുത്തു. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തൊക്കെ നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മളതിനെ എക്സ്പ്ലോഡ് ചെയ്തെടുക്കണമെന്നൊക്കെ. അതുപയോഗിച്ചു. ഇനി ഞാൻ ഒരു കാറ്റഗറി ആഡ് ചെയ്യാണ് അതിൽ. അപ്പോൾ ഒരു കാറ്റഗറി ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ് കാറ്റഗറിയിൽ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതിൽ എറർ മെസ്സേജ് വരണേ എങ്ങനെ കാണിക്കണം. നമുക്ക് ഇതിൽ ഗെറ്റ് കാറ്റഗറീസ് അപ്ഡേറ്റ് നമ്മൾ ഇതിൽ പോവുക. ഇപ്പോൾ ഇവിടെ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ റിട്ടേൺ ഫോൾസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ റിസൾട്ട് ട്രൂ ആണെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാറ്റഗറി ട്രൂ ആവും. ഇപ്പോൾ ഇവിടെ റിട്ടേൺ ഫോൾസ് എന്ന് പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാണ്. ഫോൾസ് ആണ് നമുക്ക് എറർ മെസ്സേജ് ആയിരിക്കും വരിക. അപ്പം അതായത് അവിടുന്ന് വരുന്ന വാല്യൂ ഫോൾസ് ആണെങ്കിൽ എറർ മെസ്സേജ്. അത് കാരണം എന്താ? ഇവിടെ ആഡ് കാറ്റഗറി നമ്മൾ കൊടുക്കുന്നത് റിസൾട്ട് ട്രൂ ആണെങ്കിൽ ഈ മെസ്സേജും അല്ലെങ്കിൽ ഈ മെസ്സേജ് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് കാറ്റഗറി ടെസ്റ്റ് എന്തെങ്കിലും പേര് കൊടുക്കുക. ടെസ്റ്റ് ഡിസ്പ്ലേ എറർ മെസ്സേജ് നമുക്കറിയാൻ വേണ്ടി ജസ്റ്റ് കൊടുത്തുള്ളൂ. ഇനി ഞാനിവിടെ ഇതൊക്കെ എസ് കിടന്നോട്ടെ. സബ്മിറ്റ് ചെയ്യാം. നോക്കൂ, ഇവിടെ മെസ്സേജ് കണ്ടില്ലേ? കാറ്റഗറി അഡീഷൻ എറർ. അപ്പോൾ നമ്മൾ കൊടുത്ത CSS പ്രോപ്പർട്ടി അനുസരിച്ച് എറർ നമ്മൾ റെഡ് കളറാണ് കൊടുത്തിരിക്കണം. ആ കളർ അനുസരിച്ചിട്ട് അങ്ങനെ വേറൊരു കളർ കൊടുത്ത കാരണം ആ കളർ അനുസരിച്ച് അവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിവിടെ നമ്മളെന്താ ഫോൾസ് എന്ന് കൊടുത്തുകൊണ്ടാണ്. അവിടെ നമ്മൾ അത് കാണിക്കാൻ വേണ്ടി ഡെലിബറേറ്റായിട്ട് ഞാനവിടെ റിസൾട്ടിനെ മാറ്റിയിട്ട് ഫോൾസ് റിട്ടേൺ ചെയ്തത്. അത് മാറ്റിയിട്ട് ഞാൻ വീണ്ടും റിസൾട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളഞ്ഞു. ട്രൂ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ് സക്സസ് മെസ്സേജ് ആവും. അതൊന്നും കൂടെ നമുക്ക് നോക്കാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അല്ലേ? കാറ്റഗറി ആഡഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴും വന്നു. ഇനി നമുക്ക് എഡിറ്റും കൂടി ചെയ്ത് നോക്കാം. വെറുതെ സബ്മിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് വരുന്ന നോക്കിയാൽ മതി. കണ്ടു? കാറ്റഗറി അപ്ഡേറ്റ് സക്സസ്ഫുൾ. അപ്പോൾ നമ്മൾ കൊടുത്ത മെസ്സേജൊക്കെ കറക്റ്റായിട്ട് യൂസർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട് എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അനിമേഷൻ ആണെങ്കിൽ അനിമേഷൻ്റെ ജേക്കുറി അനിമേഷൻ എന്നുള്ളത് അത് നോക്കുക. പോയിട്ട് CSS അത്യാവശ്യം പ്രോപ്പർട്ടീസൊക്കെ പഠിക്കുക. പിന്നെ ഫൂട്ടറിൽ എങ്ങനെ സെറ്റ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഞാനത് കാണിച്ചു തന്ന പോലെ തന്നെയാണ് ഫൂട്ടറിൽ സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഡിസ്പ്ലേയിൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്ന പോലെയാണ് ഇവിടെ ഫൂട്ടറിലും എക്സ്പ്ലോഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഡിവിൻ്റെ ഉള്ളിൽ നോട്ടിഫിക്കേഷൻ്റെ കൂടെ ക്ലാസ് ആഡ് ചെയ്തു, മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. രണ്ടാമത്തെ മെസ്സേജാണ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തു. പിന്നെ ആ നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലാസ്സിനെ ഉപയോഗിച്ചിട്ട് നമ്മളതിനെ ജേക്വറിയുടെ അനിമേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച് അനിമേറ്റ് ചെയ്തു. അതിൽ ഫസ്റ്റ് CSS പ്രോപ്പർട്ടി, രണ്ടാമത്തെ ഡ്യൂറേഷനും, മൂന്നാമത്തെ ഇവിടെ കൊടുക്കുന്നത് അത് കംപ്ലീറ്റ് ആകുമ്പോഴുള്ള കോൾ ബാക്ക് ഫംഗ്ഷൻ. നമുക്ക് എന്തെങ്കിലും അത് കാണിക്കണമെങ്കിൽ ഇവിടെ കോൾ ബാക്ക് ഫംഗ്ഷനിൽ ഇവർ ചെയ്തെടുത്ത 3 സെക്കൻഡ് കഴിഞ്ഞാൽ അത് കാണാതാവണം. അപ്പോൾ ഞാനത് കൂട്ടിയിട്ട് ഒരു 8 സെക്കൻഡ് കൊടുത്തു.
8000 കൊടുത്തു കഴിഞ്ഞാൽ ആ 8 സെക്കൻഡ് അവിടെ വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി ഇത് അപ്ഡേറ്റ് ചെയ്ത് സേവ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. സബ്മിറ്റ് ചെയ്തു, അത് നോക്കിക്കോളും. ഇപ്പോൾ 8 സെക്കൻഡോളം ആ മെസ്സേജ് അവിടെ കാണാം. അത് നമ്മുടെ ഇഷ്ടത്തിന് അത് കൂട്ടി കൊടുക്കാം. കണ്ടില്ലേ, 3 കുറച്ചും കൂടി കൂടി, അത് 8 സെക്കൻഡോളം കഴിഞ്ഞ് അത് ഡിസപ്പിയർ ആയി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേ ഇതൊക്കെ ഈ അനിമേഷൻ ഉപയോഗിച്ചിട്ട് മെസ്സേജ് നോട്ടിഫിക്കേഷൻ യൂസർക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇത് മനസ്സിലായിട്ടാണെന്നായിരിക്കും. മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റാൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ഒരു സൈറ്റിലേക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻ മറ്റേ ആഡ് എഡിറ്റ് ഡിലീറ്റ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞത് ആർക്കും നോക്കി പഠിക്കാവുന്നതാണ്. താങ്ക് യു.